ഹലോ കൂട്ടുകാരെ, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തുണി 90 സെൻറ്റിമീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ രണ്ടാക്കി മടക്കിയിടുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ മടക്കിയിടുക. താഴയിൽ ലെവലാക്കാൻ ഒരു വര വരച്ചു കൊടുക്കുക. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബ്ലൗസിന് എത്രയാണ് ഇറക്കമുള്ളത് നോക്കുക. ഇവിടെ 13.5 ഇഞ്ചാണ് ഇറക്കമുള്ളത്. ബാക്ക് പാർട്ടാണ് ഫസ്റ്റിൽ കട്ട് ചെയ്യുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യുക. നമുക്ക് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗം മാർക്ക് ചെയ്തത് ജോയിൻ ചെയ്യുക. 5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. നിങ്ങൾ ഷോൾഡർ എത്രയാണെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. ഇതുപോലെ ആം ഹോളും 5 ഇഞ്ചിലാണ് അതിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത്. ഇത് സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കോർണറിൽ 1 ഇഞ്ചിൻ്റെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് റൗണ്ടിൽ കർവ് വരച്ചു കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ 5 ഇഞ്ചിൻ്റെ നേർപകുതി 2.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പോയിൻ്റൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് കർവ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് റൗണ്ടാക്കി വരച്ചു കൊടുക്കുക. നമുക്ക് ഇത് കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തു. നെക്ക് വെടുത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തു. ഇത് നമുക്ക് സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. ഇനി അത് റൗണ്ട് നെക്കിൻ്റെ റൗണ്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേസ്റ്റ് അളവ് നോക്കാം. വേസ്റ്റ് അളവ് വരുന്നത് 7 ഇഞ്ചാണ് താഴെയിലത്തെ. പിന്നെ 1 ഇഞ്ച് ഡാട്ട് അടിക്കാനുള്ളതും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ ആ പോയിൻ്റൊക്കെ യോജിപ്പിച്ച് കൊടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ അളവ് ഇത്രയാണുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ലെവലാക്കാൻ മാർക്ക് ചെയ്തത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. നിങ്ങൾക്ക് നെക്കിന് ഏതാ ഡിസൈന് അത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ നെക്ക് ബാക്ക് നെക്ക് ചെറിയ നെക്കാണ്. അവർക്ക് കുഴിച്ച് വെട്ടിയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത്രയേ വേണ്ടൂ. ഇറക്കമുള്ള നെക്ക് നിങ്ങൾ എത്രയാണോ ഇറക്കമുള്ളത് അത് നോക്കി മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഡാട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റ് ഇതേ. നമ്മളിവിടെ ആദ്യം 7 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ല. അതിൻ്റെ നേർപകുതി എടുക്കുക. 3.5 ഇഞ്ച് എത്രയാണോ നിങ്ങൾക്കുള്ളത് അതിൻ്റെ നോക്കിയിട്ട് പകുതിയൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. 3.5 ഇഞ്ചിന് ഇറക്കവും അതിന് കൊടുക്കുന്നുണ്ട്. ബാക്ക് പാർട്ട് റെഡിയായി. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ്. ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെയാണ് ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യുക. ഇതുപോലെ ആദ്യം ഹൂക്ക് ലിപ്സ് വെക്കാനുള്ള 1/2 ഇഞ്ച് കഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ 1/2 ഇഞ്ച് ഹൂക്ക് ലിപ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വിടുത്ത് വെക്കണം. ഇനി നമുക്ക് ബ്ലൗസിൽ നിന്ന് തന്നെ അളവെടുക്കാം. ഇതുപോലെ നെക്ക് ഇതേപോലെ വെച്ചിട്ട് നെക്കിൻ്റെ അളവ് ഇതുപോലെ എടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ടക്കിൻ്റെ പോയിൻ്റ് ഇല്ലേ, അത് നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ 10.5 ഇഞ്ചിലാണുള്ളത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളിതേ ഹൂക്കിൻ്റെ ലിപ്സിൻ്റെ അവിടെയുള്ള ടെക്കിൻ്റെ മാർക്കും ഇതേപോലെ. ഇത് അളവ് ബ്ലൗസ് കറക്റ്റാന്ന് പറഞ്ഞുകൊണ്ടാണ് അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുന്നത്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അളവ് ബ്ലൗസിൽ നിന്ന് ടക്ക് എടുക്കുന്നത്. അപ്പോൾ ആ പോയിൻ്റ് അവിടെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. സൈഡ് ഭാഗത്തെ പോയിൻ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക. അവിടുത്തെ ടക്കിൻ്റെ മാർക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ഈ പോയിൻ്റൊക്കെ ഇനി യോജിപ്പിച്ച് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അളവ് ബ്ലൗസിൽ നിന്ന് ടക്കിൻ്റെയൊക്കെ മാർക്ക് എടുക്കുന്നത് കാണിച്ചു തന്നത്.
ഇനി നമുക്ക് ഈ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നെക്ക് നമ്മൾ ഇതേപോലെ അളവ് ബ്ലൗസിൽ നിന്ന് മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ടക്കിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കണം. ഫ്രണ്ട് ആം ഹോള് ഇതുപോലെ കുഴിച്ച് വെട്ടി കൊടുക്കുക. ഇനി നമുക്ക് പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ ഹൂക്കിൻ്റെ അവിടുന്ന് എത്രയാണോ ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ 3 ഇഞ്ചാണ് ഉള്ളത്, അവിടത്തേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഓരോ ഇഞ്ച് 2 ഭാഗവും വെച്ചിട്ടാണ്. 2 ഇഞ്ചാണ് വരുന്നത് ആ ടക്കിന്. അപ്പോൾ ഇതുപോലെ മെയിൻ ടക്കിൻ്റെ പോയിൻ്റ് ഇതാ 9 ഇഞ്ചിലാണ് വരുന്നത്. നിങ്ങൾ അതുപോലെ മാർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഷോൾഡറിൻ്റെ എടുക്കുന്ന ആ മെയിൻ പോയിൻ്റ് ഇതിലേക്ക് എത്ര ഇറക്കമുണ്ട് നോക്കുക, അതവിടെ പോയിൻ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഇത് അടയാളപ്പെടുത്തി കൊടുക്കുക. 2.5 ഇഞ്ചിലാണ് ആം ഹോളിൻ്റെ അടുത്തുള്ള നമ്മളെ വണ്ണമില്ലേ ചെസ്റ്റ് വണ്ണത്തിന് എടുക്കുന്ന കിട്ടിയത്. അപ്പോൾ അത് പോയിൻ്റ് ഇട്ട് വെച്ചു. ഇതുപോലെ 4 ടക്കും പോയിൻ്റ് ഇട്ട് വെച്ചു. ഇനി നമുക്ക് കട്ട് ബാൻഡിൻ്റെ നോക്കാം. 3 ഇഞ്ചാണ് കട്ട് ബാൻഡിൻ്റെ ഇറക്കം വരുന്നത്. അത് അളവ് ബ്ലൗസിൽ നിന്ന് നോക്കുക കേട്ടോ. അതിൻ്റെ നീളവും വണ്ണമൊക്കെ നീളവും ഇറക്കവും നോക്കുക. 3 ഇഞ്ചിലാണ് ഇറക്കം വരുന്നത്. വണ്ണം വരുന്നത് 9.5 ഇഞ്ചിലാണ്. ഇതിൻ്റെ ചെസ്റ്റ് അളവിൻ്റെ ഇതിന് കണക്കായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളെ ബ്ലൗസിന് എത്രയാണോ നോക്കുക അളവ് ബ്ലൗസിൽ, അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവിനെ ഇതേപോലെ 4 ആക്കി മടക്കിയിടുക. എമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവ് എടുത്ത് ഇവിടെ വെക്കുക. കറക്റ്റ് ആക്കിയിട്ട് സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ അടുത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെയുള്ള കുഴിവിന് മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ അത് ജോയിൻ ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് എത്ര പെട്ടെന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. സ്ലീവ് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടാകുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടിങ് പഠിച്ചിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പഠിച്ചില്ലേ. അളവ് ബ്ലൗസ് വെച്ചിട്ട് ഇതേപോലെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആം ഹോള് ഇതേപോലെ തന്നെ സ്ലീവിൻ്റെ ആം ഹോളും 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കണം. ഇതുപോലെ കുഴിച്ച് വെട്ടി കൊടുക്കുക. നോക്കിയേ എത്ര പെട്ടെന്ന് കട്ടിങ് റെഡിയായി. 10 മിനിറ്റ് ആകുമ്പോഴേക്കും കട്ടിങ് ആയില്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാലെല്ലാം എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.